പക്ഷേ വളരെ ദാരുണമായൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ഉത്തർപ്രദേശിലെ സംഭൽ ജില്ലയിലെ ചന്ദൌസി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംഘർഷമുണ്ടായി പോലീസ് വെടിവെപ്പ് നടന്നിരിക്കുന്നു. 3 പേർ ആ പോലീസ് വെടിവെപ്പിൽ ദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇതൊരു മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം. ഒരു പള്ളി തർക്കമാണ് വാസ്തവത്തിൽ. ആ പള്ളി പണ്ടൊരു ക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് സർവേ നടത്താൻ ഇപ്പോൾ കോടതിയിൽ അതിനെക്കുറിച്ചൊരു ഹർജി ചെല്ലുകയും ആ ഹർജിയിന്മേൽ കോടതി അത് സർവേ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ സർവേക്ക് ഒരു അഭിഭാഷക കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് പറഞ്ഞ് നിയോഗിച്ചു. അവർ വന്ന് ഒരു തവണ അത് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയി. രണ്ടാമത് വിശദമായ സർവേക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി വിശദമായൊരു സർവേക്ക് അവരെത്തിയപ്പോഴാണ് ഈ ജനക്കൂട്ടം അവിടെ തടഞ്ഞത്. അത് സംഘർഷമായി, പോലീസ് ലാത്തിച്ചാർജൊക്കെ നടത്തി, അവസാനം വെടിവെക്കേണ്ടി വന്നു എന്നാണ് വാർത്തകൾ. എന്താണ് മാഷേ ഇതിൻ്റെ വിശദാംശം? 3 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതെ, 3 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ മാഷിൻ്റെ അറിവിലേക്ക് പറയാം. അത് ഒരു നയീം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതിനകത്ത്. പിന്നെ വിവരം ഇവിടെ ഉണ്ടായിരുന്നു. നയീം ബിലാൽ, പിന്നെ നൗമാൻ, ഇവർ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരാൾ, ആളുടെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, 3 പേര് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 പേരാണ് നയീം ബിലാലും നൗമാനും. ഇനി ഒരാളും കൂടി ഉണ്ട്. ഇരിക്കട്ടെ, കാര്യം വളരെ വ്യക്തമാണ്. ഇത് ഇങ്ങനെ പോയാൽ ഈ നമ്മുടെ നാട് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് എൻ്റെ ഒരു ശങ്ക. നമ്മുടെ സുൽത്താൻ ഭരണകാലത്ത്, ദീർഘകാലത്ത്, നൂറ്റാണ്ടുകൾ ഭരിച്ച സുൽത്താൻമാരുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇടയ്ക്ക്, ഇത് ഈ സുന്നികളുടെ പള്ളിയാണോ ഷിയാകളുടെ പള്ളിയാണോ? നമ്മളെ ഈ നേരത്തെ മുമ്പ് ബാബറി മസ്ജിദിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ അത് ഷിയാകളുടെ പള്ളിയായിരുന്നു. ഇതും അതാവാനാണ് സാധ്യത. ഇത് ഷാഹി, ഇത് പിന്നെ നമ്മൾ വാർത്തയിൽ പറയുന്നത് ഷാഹി ജുമാ മസ്ജിദ്, ചന്ദൌസിയിലെ ഷാഹി ജുമാ മസ്ജിദിലാണ് ഈ വിഷയം. അത് എനിക്ക് നോക്കാതെ സൂക്ഷ്മമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഷിയാകളുടെ ആകാൻ സാധ്യതയുണ്ട്. അതിന്റെ ലക്ഷണവും അതിന്റെ എല്ലാം കൂടി പേരും കണ്ടപ്പോൾ നമുക്ക്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ സുന്നി ആയാലും ഷിയ ആയാലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സുൽത്താൻമാരുടെ നൂറ്റാണ്ടുകൾ ഭരിച്ച കാലത്ത് നിർമ്മിക്കപ്പെട്ട പല പള്ളികളെക്കുറിച്ചും തർക്കങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഒരു ബാബറി മസ്ജിദ് കൊണ്ട് തീരുമായിരുന്നു. ഒരു ബാബറി മസ്ജിദിന് വേണ്ടി ഇന്ത്യ ചെലവിട്ടത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ ആയുസാണ്. അപ്പോൾ അതോടുകൂടി തീരുമെന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ ബാബറി മസ്ജിദിൻ്റെ ഇഷ്യൂ സമാധാനപരമായി ഇപ്പോൾ ആർക്ക് ലാഭം, ആർക്ക് നഷ്ടം, ഏത് ശരി, ഏത് തെറ്റ്, ഏത് നീതി, ഏത് അനീതി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇനി പ്രസക്തി ഇല്ലാത്ത മട്ടിൽ തീർന്നിരിക്കുന്നു, സമാധാനവും വന്നിരിക്കുന്നു. അത് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് മധുരയിലെ ഈദ്ഗാഹിനെ കുറിച്ചുള്ള, ഗ്യാൻവാബി മസ്ജിദിനെ കുറിച്ചുള്ള തർക്കങ്ങൾ, കാശിയിലെ. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ വാദങ്ങൾ വരികയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പള്ളിയെക്കുറിച്ചുള്ള എന്താണ്, ചന്ദൌസിയിലെ ഷാഹി. ചന്ദൌസി. മാഷ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ അതിനകത്ത്. ഈ അയോധ്യയിലെ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ അന്നൊരു സമവായ ചർച്ച BJPയുടെ നേതൃത്വത്തിൽ, BJPയെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കാഞ്ചി ശങ്കരാചാര്യർ, ഇപ്പോൾ ഉള്ള ആളിന് മുമ്പിരുന്ന ആൾ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ, അങ്ങനെയുള്ള ശങ്കരാചാര്യന്മാരുടെയും മുസ്ലിം മതപണ്ഡിതന്മാരുടെയും അവരുടെ ആത്മീയ നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച, ഒരു സമവായ ചർച്ചയൊക്കെ ആദ്യകാലത്ത് നടന്നു. അപ്പം അന്ന് BJP മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ, BJP എന്ന് പറയുന്നത് ശരിയല്ല, ഹിന്ദു സംഘടനകൾ അന്ന് മുന്നോട്ടൊരു ഇത് വെച്ചു. ഈ ഞങ്ങൾ ഒരുപാട് പള്ളികൾ ഈ പറഞ്ഞതുപോലെ മാഷിപ്പ് പറഞ്ഞതുപോലെ തർക്കസാധ്യത വരാൻ വളരെയധികം എന്താ പറയുക അവസരമുണ്ട്. അപ്പം ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ അയോധ്യ, കാശി, മധുര, ഇതൊരു ഹൈന്ദവ വികാരം ഇതിനകത്തുണ്ട്. ഒന്ന് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടത്, ഒന്ന് മഹാദേവനുമായിട്ട്, ശിവനുമായിട്ട് ബന്ധപ്പെട്ടത്. ഞങ്ങൾ ഈ 3 കാര്യത്തിൽ നമുക്ക് സമവായം ഉണ്ടാക്കിയാൽ മതി അന്നൊരു ചർച്ച അങ്ങനെ മുന്നോട്ട് വന്നിരുന്നു ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്ന്. പക്ഷെ അന്നീ പറഞ്ഞ പോലെ ആ ചർച്ചയൊന്നും വിജയിച്ചില്ല, അതൊക്കെ പോയി. അതിലിപ്പോൾ അയോധ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. പക്ഷെ ബാക്കിയുള്ളത് അങ്ങനെ നിൽക്കുകയാണ്.
അങ്ങ് പറഞ്ഞതുപോലെ ഇത് മധുരയിലും കാശിയിലും മാത്രം തീരാതെ ഇതിങ്ങനെ പഴയ പല പള്ളികളുടെയും പുറകിലെ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളുടെ ഒക്കെ വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് മോഹൻ ഭഗവത്ജി തന്നെ ഒരിക്കലും അങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സകല പള്ളിച്ചോട്ടിലും പോയി കുഴിമാന്താൻ പോയാൽ ഒരിക്കലും തീരാത്ത സംഘർഷങ്ങളിലേക്കാണല്ലോ പോവുക. അത് ഒന്ന് അങ്ങനെ വരുമ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ട് പ്രശാന്തേ. ഒന്ന്, ഒരിക്കലും ഇന്ത്യ സമാധാനത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട്, രണ്ട് ഭാഗത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ മുസ്ലിം പക്ഷത്തും അല്ല, മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ രണ്ട് ഭാഗത്തും ആഭ്യന്തരമായിട്ടാണെങ്കിൽ ഇതിന് പുറത്ത് ബാഹ്യമായിട്ട് വേറെ ഒരുപാട് വലിയ ശക്തികളുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികളുടെ വലിയ പങ്കും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ മൂന്നാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞല്ലോ, ഒന്ന് തീർന്നല്ലോ, ബാക്കി രണ്ട് ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതിശക്തമായ നിയമനിർമ്മാണത്തിലൂടെ ഇനി ഒരിക്കലും ഇന്ത്യയിലെ മറ്റൊരു പള്ളിയെക്കുറിച്ചും ഇത്തരം തർക്കങ്ങൾ ഇല്ലാതിരിക്കുക. പലപ്പോഴും ഈ പള്ളിത്തർക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ സെന്റിമെന്റലാണല്ലോ. അതെ അതെ അതെ, അതിവേഗത്തിൽ പള്ളിത്തർക്കം മാത്രമല്ല മാഷേ, ഏത് ദേവാലയത്തിന്റെ കാര്യത്തിലും അതിവൈകാരികമായ ഒരു തലം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ പെട്ടെന്ന് കാണില്ല അത്. ഇപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ സുൽത്താൻമാർ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾക്കൊന്നും കണക്ക് പറയാൻ പുതിയ ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് യാതൊരു ബാധ്യതയുമില്ല. മുസൽമാന്മാർ കൊള്ളയടിക്കുകയോ ക്ഷേത്രങ്ങൾ സുൽത്താൻമാർ കൊള്ളയടിക്കുകയോ ക്ഷേത്രങ്ങൾ തകർക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രാജാധിപത്യത്തിൻ്റെ ഭാഗമാണ്, അധിനിവേശത്തിൻ്റെ ഭാഗമാണ്, അവരുടെ അധികാര വിസ്തൃതിയുടെ ഭാഗമാണ്. അതിനെ ഒരു ഭരണാധികാരിയായിട്ട് കാണുകയല്ലാതെ അതിനെ ഒന്നും മതത്തിൻ്റെ പേരിലുള്ള ചെയ്തികളായിട്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ നിർമ്മിച്ച പള്ളികൾക്ക് മുമ്പേ ആ പള്ളി നിന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യങ്ങളിലൊന്നും തർക്കിച്ചിട്ട് കാലം കളയരുത്, ആയുസ് കളയരുത്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പള്ളി എന്ന് പറയുന്നത് എവിടെയാണോ ഒരു ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച് ഒരു മുസല്ലയിട്ട് നിസ്കരിക്കാൻ എവിടെ സൗകര്യമുണ്ടോ അതൊക്കെ പള്ളിയാണ്. പ്രാർത്ഥിക്കുന്നത് എവിടെയാണോ അതാണ് മസ്ജിദ്, അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത്തരം തർക്കങ്ങളിലൊന്നും ഇടപെടാൻ പോവാതിരിക്കുക. ഇപ്പോൾ കോടതി എന്താ ഈ പള്ളിയുടെ പ്രശ്നം മാത്രമല്ല, അവിടെ തൊട്ടടുത്താണ് ഈ മുറാദാബാദ് എന്ന് പറയുന്ന സ്ഥലം. മുറാദാബാദ് ആണ് അതിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധി. പോലീസ് സ്റ്റേഷൻ പരിധി ഇപ്പോൾ പറയുന്നത് ഈ സംഭാൽ ജില്ലയെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അതിൽ ജില്ലാ കോടതിയാണ് ഈ ഇവരുടെ ഹർജി സ്വീകരിച്ചത്. പോലീസ് സ്റ്റേഷൻ പറയുന്നത് മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണർ. കാര്യം പിടികിട്ടിയോ? അപകടം പിടിച്ച പേരാണ്. ഒരു പ്രദേശമാണ് അത്. ഒരിക്കലും തീരാത്ത വർഗീയ കലാപങ്ങളുടെ നടന്ന സ്ഥലം. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആർക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, നരേന്ദ്രമോദിയുടെ ഒരു ടേം വന്നതിന് ശേഷമാണ് ഈ വർഗീയ കലാപങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന കുറേ സ്ഥലപ്പേരുകൾ നമ്മൾ മറന്നുപോയത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മൊറാദാബാദ് മറക്കുമായിരുന്നില്ല, കാരണം എന്നും കലാപം. ജാംഷഡ്പൂർ മറക്കുമായിരുന്നില്ല, അലിഗഡ് മറക്കുമായിരുന്നില്ല, നെല്ലി മറക്കുമായിരുന്നില്ല, ഈ ദില്ലി മറക്കുമായിരുന്നില്ല. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നിരന്തരമായി വാർത്തകളിൽ കത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും തീരാത്ത, ഒരിക്കലും ഒരു ചെറിയ ഫയർ, ഒരു തീപ്പൊരി വീണാൽ മതി, എന്തെങ്കിലും മതി. അപ്പൊ അങ്ങനെ കത്തിക്കൊണ്ടിരുന്നൊരു നാടാണ്. ഏതാണ്ട് എത്രയോ കാലമായി സമാധാനത്തിലേക്ക് വന്നതാണ്, അവിടെ വീണ്ടും കത്തുകയാണ്. ഇനിയിപ്പോ അതെന്താ പ്രശ്നം? ആ പള്ളിയുടെ സ്ഥലത്ത് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പള്ളിയുടെ തന്നെ തൂണുകളും ഒക്കെ തെളിയിക്കുന്നുണ്ട്. ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഉണ്ടായതുപോലുള്ളൊരു ആരോപണമാണ്. അപ്പോൾ അതിന് പരിശോധിക്കാൻ കോടതിയിൽ പരാതി എത്തി. പരിശോധിക്കാൻ അഭിഭാഷക കമ്മീഷനെ വെച്ചു. അഭിഭാഷക കമ്മീഷന് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ നിരീക്ഷണം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ വന്നത്. ഇതിൻ്റെയൊക്കെ ഒരു തിടുക്കം ആലോചിച്ച് നോക്കൂ. ആരൊക്കെയോ ആവശ്യമില്ലാത്ത തിടുക്കം കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ 19-ാം തീയതിയാണ് ആ കോടതിയുടെ വിധി വന്നത്. അതെ, കോടതി വിധി 18-ന് കോടതി വിധി വന്നു. 19-ന് രാവിലെ ഈ എന്തൊരു തിടുക്കത്തിലാണെന്നറിയോ, അഭിഭാഷക സംഘം എത്തി. അന്ന് വിശദമായ അപ്പൊ തന്നെ ആളുകൾ പ്രതിഷേധമായിട്ട് വന്നു. അതിന്റെ തുടർച്ചയായ അന്വേഷണത്തിന് 24-ാം തീയതി വരും എന്ന് പറഞ്ഞു. മനസ്സിലായോ? രണ്ടാമത്തെ അതിന് ആധുനിക സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കോടതിയെ ഹാജരാക്കാനുണ്ട്. അതിന് വന്നപ്പോൾ സംഘടിച്ച് ആളുകൾ
തടഞ്ഞപ്പോഴാണ് വെടിവെപ്പ് ഉണ്ടായത്. 3 പേര് മരിച്ചത് തീർച്ചയായിട്ടും മുസ്ലിങ്ങളാണ് മരിച്ചിട്ടുണ്ടായത്. അതെ, ആ 3 പേര് മുസ്ലിങ്ങളാണ്. അപ്പൊ ഇതില് നമ്മൾ ഓർക്കേണ്ട കാര്യം 15 പേര് കസ്റ്റഡിയിലുണ്ട്. ഈ പാവങ്ങളായ മനുഷ്യർ, ഒന്നാമത് ഈ കേരളത്തിലെ പോലെ ഒന്നുമല്ല, നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പട്ടിണി പാവങ്ങളാണ്. ഒന്ന്, ദാരിദ്ര്യം വളരെ കൂടുതലാണ്. അവർക്കാകെയുള്ള ഒരു ആശ്വാസം ഈ വികാരം കൊള്ളലാണ്, വിശ്വാസത്തിൻ്റെ വികാരമാണ്. അതിനെ വ്രണപ്പെടുത്താൻ പോയാൽ അവർക്ക് വേറെ നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ എളുപ്പമുള്ളത് ചാവുകയാണ്. അപ്പോൾ ആ ഒരു അതിനെ മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, അത് ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ അപകടം പിടിച്ചൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉറപ്പാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ നീ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിലെ സമാധാനപ്രിയരായ എല്ലാ പക്ഷത്തുമുള്ള മനുഷ്യർ, ആത്മീയാചാര്യന്മാർ, ഭരണകൂടത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഒക്കെ ചേർന്ന് ഉണ്ടാക്കാവുന്ന ഒരു കരാറാണ് 3 പള്ളികളെക്കുറിച്ചുള്ള തർക്കം. ഇനി 2 പള്ളികളുടെ കാര്യത്തിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കി തീരുമായിരുന്നെങ്കിൽ, ഇപ്പോൾ അയോധ്യ തീർന്നു കഴിഞ്ഞാൽ മധുരയും കാശിയും ഇനി തർക്കമില്ലാത്ത വിധം ഒരു സെറ്റിൽമെന്റ്, ഒരു തർക്കത്തിലേക്കോ അപകടത്തിലേക്കോ പോകാത്തൊരു തർക്കം, ഒരു സമാധാന കരാർ ഉണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അതല്ലാത്ത അനേകം കൊച്ചു തർക്കങ്ങൾ ഉയർന്നു വരികയാണ്. ഒരു തർക്കമുണ്ടാവാൻ, ഒരു തീപ്പൊരി ഉണ്ടാവാൻ, വെടിവെപ്പുണ്ടാവാൻ, കലഹമുണ്ടാകാൻ, ചോരച്ചാലുകൾ ഒഴുകാൻ ഒന്ന് സമയം വേണ്ട. 2 ചെറിയ പള്ളികളായാലും മതിയല്ലോ. ബാബരി മസ്ജിദ് ഒരു വലിയ പള്ളി ആയതുകൊണ്ടല്ലോ, ഒരു കൊച്ചു പള്ളിയായാലും മതി. പക്ഷെ അത് വൈകാരികമാണ്, അയോധ്യയാണ് സ്ഥലം. അപ്പോൾ ഇങ്ങനെ തർക്കം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു കാര്യം തീർച്ചയാണ്, സുൽത്താൻമാരിപ്പോൾ 500 കൊല്ലം ഭരിച്ചാൽ ഇനി ഒരു 500 കൊല്ലത്തേക്ക് തീർക്കാനാവാത്ത തർക്കങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ ഇത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അടിയന്തരമായിട്ട് ഇടപെടണം. ഇപ്പൊ അവിടെ ഒരു ദിവസത്തേക്ക് ഇന്റർനെറ്റ് കട്ട് ചെയ്തു. ഈ വ്യാജ പ്രചാരണങ്ങൾ പ്രചരിക്കാതിരിക്കാൻ UP സർക്കാർ വളരെ പെട്ടെന്ന് നടപടിയെടുത്തു. കൂടുതൽ ഫോഴ്സിനെ അവിടെ എത്തിച്ചു. അല്ല, അത് അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണം ജനങ്ങളെ സമാധാനപരമായിട്ട് അവർക്ക് ഈ വെടിവെപ്പ് നടന്നെങ്കിലും പിന്നീട് എല്ലാവരും പിരിച്ചുവിടാൻ സാധിച്ചു. വളരെ ആശാവഹമാണ് കേട്ടോ. അത് ഈ ഇപ്പോൾ കാണുന്ന ഒരു കലാപങ്ങളുടെ ഗുണം അതാണ്. വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ പറ്റുന്നുണ്ട്. അത് അല്ലാതെ വേറെ വഴിയില്ല. അതെ, അത് തെരുവിൽ ആയുധം എടുത്തിട്ട് ജനങ്ങൾ പരസ്പരം പൊരുതുമ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് വെടിവെക്കാൻ നേരത്ത് വെടിയുണ്ടെങ്കിലും പോലീസിന് ഇത് ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കാൻ പറ്റില്ല. മാത്രമല്ല സായുധ സേന തന്നെയാണ് പിന്നെ അതിന് വഴി, വേറെ വഴി. അത് സായുധ സേനയെ രംഗത്തിറക്കുക ആണ്. അല്ല, അത് ഏറ്റെടുക്കുക. ആ നീക്കം നല്ലതാണ്. പക്ഷെ ഇത്തരം തർക്കങ്ങളുടെ സാധ്യത എപ്പോഴും ഇതിന് മാഷ് പറഞ്ഞതുപോലെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അതെ. അത് ഈ പറയുന്നത് കണക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ വിട്ടുകൊണ്ട് വിശ്വാസം അവൻ്റെ വ്യക്തിപരമായ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് സമാധാനപരമായിട്ട് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഭരണകൂടങ്ങൾ സൃഷ്ടിക്കട്ടെ. അതെ, 2 കാര്യങ്ങളെ ഓർക്കേണ്ടത്. 2 കാര്യങ്ങൾ 2 വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, വിശ്വാസം വളരെ വൈകാരികമാണ്. അത് ഏതു നേരത്തും കത്തിപ്പടരാനിടയുള്ള ഒരു തീപ്പൊരിയാണ്. അത് ആളാതിരിക്കാൻ, വേഗം കൊണ്ട് നേരിടാൻ പറ്റുള്ളൂ. 2, ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ കണക്ക് തീർക്കാൻ പോയാൽ എവിടെയും എത്താൻ പോകുന്നില്ല. അപ്പോൾ ആ 2 ബോധ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടവരൊക്കെ അത് ബോധ്യത്തോടെ പോയാൽ വളരെ നല്ലതാണ്. നമുക്കിത് ഇത്തരം വാർത്തകൾ കേൾക്കാൻ ഇഷ്ടമല്ല, കാണാൻ ഇഷ്ടമല്ല. പക്ഷേ അത് മാത്രം കണ്ടിരുന്നൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ ഇന്ന് ഇല്ലല്ലോ എന്നത് ആശ്വാസത്തോടെ കാണുന്ന സമയത്താണ്, വലിയ ആശ്വാസകരമാണ്. ആ സമയത്താണ്. മാത്രമല്ല, രാജ്യം വലിയൊരു വികസന കുതിപ്പിലാണ്. തീർച്ചയായും നമ്മൾ അതിനെ തടയിടുന്ന, സമാധാനമില്ലെങ്കിൽ വികസനമില്ല. മാത്രമല്ല, ഈ ലോകത്ത് മതങ്ങളാകട്ടെ, ഹിന്ദു സംസ്കാരമാകട്ടെ, എന്തുമാകട്ടെ, ഇത് പ്രചരിക്കുന്നത് സമാധാനത്തിന്റെ മാർഗത്തിൽ കൂടിയാണ്. അതിനെ സമാധാനക്കേടിന്റെ മാർഗമാക്കാൻ ശ്രമിക്കുന്നത് ദോഷം ചെയ്യും, എല്ലാവർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ വളരെ കർശനമായ ശക്തമായ നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. ഇത് എത്രയും പെട്ടെന്ന് കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് വിവേകപൂർവ്വം ചിന്തിച്ച് ജനങ്ങൾ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അറിവുള്ളവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും. അതെ, യെസ്.